ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഹൗത്ത് ഹാർബറിൽ നിന്ന് ഒരു ഹാഫ് ഡേ ഫിഷിംഗ് ട്രിപ്പിന് പോയിരുന്നേ. ഞങ്ങൾ 10 പേര് ഒന്നിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തൊരു ട്രിപ്പാണിത്. അപ്പോൾ ഞങ്ങൾ ഹൗത്ത് ഹാർബറിൽ നിന്ന് ഏറെക്കുറെ ഒരു 1 മണിയായപ്പം ബോട്ടിൽ കയറി. ബോട്ടിൽ നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് 10 ഫിഷിംഗ് റോഡ് സെറ്റ് ചെയ്ത് തന്നെ. പോയ ദിവസം കാലാവസ്ഥ നല്ലതായിരുന്നു, പക്ഷെ കടൽ ഇത്തിരി റഫായിരുന്നു. കുറച്ച് നേരം നമ്മൾ ബോട്ടിൽ ട്രാവൽ ചെയ്യുമ്പം ചെറിയ സീ സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു 1:30 ആഴ്ചയായിരുന്നപ്പോഴേക്കും നമ്മൾ ഫിഷിംഗ് ചെയ്യേണ്ട സ്പോട്ടിലെത്തി. നമ്മൾ സ്പോട്ടിലെത്തി ഫിഷിംഗ് തുടങ്ങിയൊരു 15 മിനിറ്റിന് ശേഷം ആദ്യത്തെ സ്ട്രൈക്കിംഗ് അടിച്ചേ. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ബാക്ക് ടു ബാക്ക് മീൻ കിട്ടിക്കൊണ്ടേയിരുന്നു. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു പരിപാടിയായിരുന്നു. ഒരാൾ വലിച്ച് കയറ്റുന്നു, ആ ചൂണ്ട തിരിച്ച് കടലിലേക്ക് ഇടുമ്പോൾ തന്നെ അടുത്തത് കയറുന്നു. അങ്ങനെ വലിച്ച് ഒരുപാട് മീൻ കിട്ടി. ഇപ്പം കിട്ടിക്കൊണ്ടിരുന്ന മീനെല്ലാം സ്മൂത്ത് ഹൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഷാർക്ക് ഫാമിലിയിൽപ്പെട്ടൊരു മീനാണ്. അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു 10 പേരും കാര്യമായിട്ട് എൻജോയ് ചെയ്തു. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ടത്, പോയ ഞങ്ങൾക്ക് ആർക്കും വലിയ ഫിഷിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ബോട്ടിൽ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മളതിനകത്ത് ഒരു ബോക്സ് നിറയെ മീൻ പിടിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആർക്കെങ്കിലും അയർലൻഡിൽ ഫിഷിംഗ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹൗത്ത് ഹാർബർ ട്രൈ ചെയ്യുന്ന നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ വെതർ നോക്കണം, പിന്നെ ഫിഷിങ്ങിൻ്റെ സീസൺ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ കാണാമേ. അപ്പോൾ എല്ലാവർക്കും ബായ്.